ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഇമോഷൻസിന്റെ ഒരു ഗെയിമാണെന്ന് എല്ലാവരും പറയും. പക്ഷേ ഈ പറയുന്നവർക്കെല്ലാം ഇപ്പോഴും പലരുടെയും ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനോ അത് മാറ്റി വെച്ച് ട്രേഡ് ചെയ്യാനോ പറ്റിയിട്ടില്ല. അത് കാരണം കൊണ്ട് തന്നെയാണ് അവരിപ്പോഴും ലോസ് തന്നെ നിൽക്കുന്നതും പ്രോഫിറ്റബിൾ ആവാത്തതും. അപ്പം ആരും സംസാരിക്കാത്ത മെയിൻ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇമോഷൻസ് ദാറ്റ്സ് കില്ലിങ് യു. അതിൽ രണ്ട് ഇമോഷൻസിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നത്. കാരണം ആ ഇമോഷൻസാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ കൊന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് ഫിയറും ഒന്ന് ഗ്രീഡുമാണ്. അപ്പം നമുക്ക് ആദ്യം ഫിയറിനെ പറ്റി സംസാരിച്ചാൽ ഫസ്റ്റ് ഇത് ഓരോരോ പോയിന്റായിട്ട് ഞാൻ എഴുതി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ ഓരോ ഇമോഷൻ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ട്രേഡിങ്ങിനെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഫസ്റ്റ് ഫിയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ എഴുതിയേക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഏർലി എക്സിറ്റ്സ്. നിങ്ങളിപ്പോൾ ട്രേഡ് ചെയ്ത് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പലപ്പോഴും ആദ്യമായിട്ടായിരിക്കും ഒരു വലിയ പ്രോഫിറ്റ് കുറച്ച് സമയം കൊണ്ട് കാണുന്നത്. കാരണം നിങ്ങൾ ഒരു വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ട് ജോലി ഇല്ലാതിരിക്കുന്ന ഒരു ഡിഗ്രി ഹോൾഡർ ആയിരിക്കാം. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ രണ്ട് ക്ലിക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ആയിരങ്ങൾ 10,000 എന്ന് പറഞ്ഞ് പ്രോഫിറ്റ് കാണുന്നത് പെട്ടെന്നായിരിക്കും. അപ്പം നിങ്ങൾക്ക് പേടിയാണ്, അയ്യോ ഈ കാശ് പോവോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പെട്ടെന്ന് ഇത് എക്സിറ്റ് ചെയ്ത് കളയും. ചിലപ്പം നിങ്ങൾ ട്രേഡ് ചെയ്ത് കുറച്ച് ആൾ ആയി കാണും, നിങ്ങൾ ലോസുകൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചെറിയ പ്രോഫിറ്റുകളും വലിയ ലോസുകളായിരിക്കും കണ്ടിട്ടുള്ളത്. അപ്പം ആദ്യമായിട്ടൊരു വലിയ പ്രോഫിറ്റ് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അത് നഷ്ടപ്പെടുത്താൻ നിങ്ങളുടെ മൈൻഡ് സമ്മതിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇപ്പോൾ ഒരു 10,000 രൂപയായിരിക്കും നിങ്ങൾ കാണുന്ന പ്രോഫിറ്റ്, ചിലപ്പോൾ അതൊരു 30,000 രൂപ തരാൻ സ്കോപ്പുള്ളതോ അല്ലെങ്കിൽ അത്രയും നല്ലൊരു വിന്നിംഗ് ട്രേഡ് ആയിരിക്കും. നിങ്ങൾ പക്ഷേ എന്ത് ചെയ്യും, നേരത്തെ എക്സിറ്റ് ചെയ്ത് കളയും. നിങ്ങൾക്ക് അവിടെ പേടിയാണ് അത് പോകുമെന്നുള്ളത്. പിന്നെ പക്ഷേ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ വേറൊരു രീതി ചെയ്യും, ഈ ലോസുകളെ ഹോൾഡ് ചെയ്യുകയും ചെയ്യും. ഈ ലോസുകൾ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താ, അയ്യോ ഇത്രയും പൈസ പോയി, ഇത് തിരിച്ചു പിടിച്ചേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് പേരോടെ വെച്ചുകൊണ്ടിരുന്ന ഈ 5,000 10,000 എന്നൊക്കെ കണ്ടത് ചിലപ്പോൾ 1,000 ലോസും അല്ലെ 10,000 പ്രോഫിറ്റുമായി മാറും എന്ന് പറഞ്ഞിട്ട് അതും ഈ പേയുടെ പുറത്ത് തന്നെ നിങ്ങൾ പിന്നെയും ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ശരിക്കും ഹോൾഡ് ചെയ്യേണ്ട വിന്നേഴ്സാണ്. അത് നിങ്ങൾ എക്സിറ്റ് ചെയ്ത് കളയുന്നതും ഈ ഒരു ഇമോഷൻ്റെ പുറത്താണ്. നേരത്തെ കട്ട് ചെയ്യേണ്ട ലോസുകൾ നിങ്ങൾ കട്ട് ചെയ്യാതെ ഹോൾഡ് ചെയ്യുന്നത് ഈ ഇമോഷൻ്റെ പുറത്താണ്. അപ്പം നമ്മൾ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞാൽ നമ്മുടെ സ്ലോഗൻ എന്ന് പറയുന്നത് ഓൾ ദ വിന്നേഴ്സ് കട്ട് ദ ലൂസേഴ്സ് എന്നുള്ളതായിരിക്കണം. പിന്നെ ഉള്ളൊരു കാര്യമാണ് നോ സ്റ്റോപ്പ് ലോസ്. ഇത് പലരും പേടികൊണ്ടാണോ ഇടുകൊണ്ടാണോ ഇത് വെക്കുന്നതെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. കാരണം ചിലരൊക്കെ സംസാരിക്കാൻ പറയും ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാറുണ്ടെന്ന് അവരെ അഭിമാനത്തോടാണ് പറയുന്നത്. എന്നിട്ട് എങ്ങനെയുണ്ട് ട്രേഡിംഗ് ചെയ്യണമെങ്കിൽ എനിക്ക് ലക്ഷങ്ങളുടെ ലോസ് എന്ന് പറയും. അത് നമ്മുടെ ഞാൻ ഈയിടെ ഒരാളോട് സംസാരിച്ചപ്പോഴത്തേക്ക് ആൾ പറഞ്ഞു, കുറേ ലോസുകൾ വന്നു, വലിയൊരു എമൗണ്ട് വന്നിട്ടാണ് നമ്മുടെ അടുത്ത് ഇപ്പം സ്റ്റുഡൻ്റായിട്ട് ജോയിൻ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം എന്നെ സംസാരിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് 1 ലക്ഷം രൂപ എന്താ പെട്ടെന്ന് ലോസ് വരുന്നത്, ഒരു 10 മിനിറ്റ് സ്കാൽപ്പ് ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടി കയറിയതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് ട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഇല്ല പെട്ടെന്നൊന്ന് ചെയ്യാൻ. അപ്പം അതെന്ന് പറഞ്ഞാൽ ആ ഇമോഷനാണ്. ഇപ്പം ലോസ് വന്നത് തിരിച്ചു പിടിക്കണം. അപ്പം ഇങ്ങനെയുള്ള ഇമോഷൻസ് ആണ് വരുന്നത്. അപ്പം പുള്ളി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു 3 വർഷം ട്രേഡ് ചെയ്യുന്ന ആളാണ്. ഇപ്പോഴും ആൾ സ്റ്റോപ്പ് ലോസ് വെക്കത്തില്ല, മനസ്സിലായി. അപ്പം ആളുടെ അഭിമാനത്തിലാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് ഒന്നും വെക്കാറില്ല. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് മാത്രം ട്രേഡ് ചെയ്യുക. എങ്കിലേ നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾക്ക് സേഫ് ആക്കാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റുള്ളൂ. അല്ല സ്റ്റോപ്പ് ലോസ് വെക്കാതെ ട്രേഡ് ചെയ്യുന്ന പറഞ്ഞ് നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് ഒന്നും കിട്ടില്ല, അതൊക്കെ വെറുതെ പറഞ്ഞത്. പിന്നെ ഓബിയസ്ലി പേടിച്ച് നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ബുദ്ധി ഫംഗ്ഷൻ ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം പേടിച്ചിരിക്കുകയാണ്, നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ഒരു ഇമോഷൻ കാരണമുള്ള പ്രശ്നങ്ങളാണ് ഇതെല്ലാം. പിന്നെ വരുന്ന ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു റിവേഴ്സ് സൈഡ് എടുക്കുക. നിങ്ങൾക്ക് വേണ്ട ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ഒരു 10,000 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പക്ഷേ 20,000 വേണം അല്ലെങ്കിൽ 30,000 വേണം. അപ്പം നിങ്ങൾക്ക് അത്രയും പ്രോഫിറ്റ് വേണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൊസിഷൻ സൈസിങ്ങിനും പിന്നെ മെയിനായിട്ട് നിങ്ങളുടെ ക്യാപിറ്റലും അതേസമയം റിസ്ക് മാനേജ്മെൻറ്റും. ഇതുണ്ടെങ്കിലേ നിങ്ങൾക്ക് ആ ക്യാപിറ്റൽ എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമുണ്ട്, ഇല്ലെങ്കിൽ അത് കിട്ടത്തില്ല. അതാണ് സത്യം. അപ്പം നിങ്ങൾ 10,000 കാണുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഗ്രീഡ് കാരണം വെച്ചോണ്ട് ഹോൾഡ് ചെയ്യും. ശരിക്കും നിങ്ങൾക്ക് അത്രയും കിട്ടിയാൽ മതി. പിന്നെ എന്ത് ചെയ്യും, ഇങ്ങനെ കയറിപ്പോയ ഒരു സാധനത്തിലായിരിക്കും നിങ്ങൾക്ക് 10,000 കിട്ടിയത്. അതേപോലെ തന്നെ താഴോട്ട് വന്ന് 10,000 ലോസ് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങളുടെ ടാർഗറ്റ്സ് പ്രീ ഡിറ്റർമിൻഡ് ആയിരിക്കണം. അപ്പോൾ ആർത്തി കാണിക്കാൻ നിൽക്കരുത്. 1 മോർ, അത് തന്നെ കൂടുതൽ വേണോ തോന്നും. ഒരു ദിവസം 10,000 രൂപ പ്രോഫിറ്റ് കിട്ടി, അത് പോരാ, അടുത്ത ട്രേഡ് എടുക്കണം, അടുത്ത 10,000 ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഇറങ്ങും. പിന്നെ ലോസ് വരും, ഉള്ളതെല്ലാം പോകും, അടുത്ത ലോസ് ഉണ്ടാക്കും. ഇതേ കാര്യങ്ങൾ തന്നെ നടക്കും. അത് വിച്ച് ഈസ് അവർ 3rd പോയിന്റ്, ഓവർ ട്രേഡ്. ഇതേ കാര്യം തന്നെ നിങ്ങൾ 1, 2, 3 പറഞ്ഞ് ട്രേഡ് ചെയ്യും. ഇപ്പം ഫസ്റ്റ് ട്രേഡ് 10,000 രൂപ പ്രോഫിറ്റ്, സെക്കൻഡ് ട്രേഡ് എടുക്കും, അത് കണ്ടുകൊണ്ട് 5,000 രൂപ ലോസ് വരും. അയ്യോ 5,000 രൂപ പോയി, അത് തിരിച്ച് 10,000 വെക്കണം. മൂന്നാമത്തെ ട്രേഡ് എടുക്കും, ഒരു 10,000 കൂടെ പോകും. പിന്നെ ബാക്കിയുള്ളൊരു 5,000, അതിനെ തിരിച്ചുപിടിക്കാൻ അടുത്ത ട്രേഡ് എടുക്കും.
അപ്പം ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്ന അവസാനം അക്കൗണ്ടിലൊന്നും കാണത്തില്ല. പിന്നെ ലോസ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സാധനം, ആ ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം, നിങ്ങൾ ഇത്ര രൂപ നഷ്ടപ്പെടുത്താൻ പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത്ര രൂപ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ ഒരു കാര്യം നിങ്ങളുടെ തലയിലോട്ട് ആദ്യം കയറണം. എങ്കിലേ നിങ്ങൾക്ക് ഇതിൽ ലോങ് ടേമിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഇതൊരിക്കലും ഒരു ലോസ്, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത ഒരു ലോസ് വരുന്നത് നിങ്ങളുടെ തോൽവിയല്ല, നിങ്ങളുടെ വിജയമാണ് എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് ട്രേഡിങ്ങിൽ രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. സോ സ്റ്റോക്ക് ട്രേഡിങ്ങിൽ നഷ്ടമുണ്ട്, ലാഭമുണ്ട്. ആ നഷ്ടം എപ്പോഴും നമ്മൾ വിചാരിക്കുന്നതായിരിക്കണം നഷ്ടം. അതിൽ കൂടുതൽ പോകുന്നിടത്താണ് നിങ്ങൾ ആസ് എ ട്രേഡർ തോക്കുന്നത്, അല്ലാതെ തിരിച്ചല്ല. സോ ഇന്നത്തെ പോയിന്റുകൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. സീ ഓൺ അനദർ വീഡിയോ. ബൈ.